കൊലോസ്യ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം, ചാപ്റ്റർ 3, 3-ാമത്തെ അധ്യായം അതിന്റെ 22 മുതൽ 4-ാം അധ്യായത്തിന്റെ 1 വരെയുള്ള വേദവാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 22 to 4 വേഴ്സ് 1, 4-ന്റെ 1 വരെ. ദാസന്മാരെ, ജനപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പീൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, മുഖപക്ഷം ഇല്ല. യജമാനന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനൻ ഉണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പീൻ. ആമേൻ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വേദഭാഗങ്ങൾ ചിന്തിച്ച സമയത്ത് കൊലോസ്യ ലേഖനം എന്തിനു വേണ്ടി എഴുതിയെന്നും അതിൽ നിന്നും അപ്പോസ്തലനായ പൗലോസ് സഭയോടും ആ സഭ വഴി പിന്നീട് വരുന്ന നമ്മളെ പോലുള്ള ദൈവിക വിശ്വാസികളോടും എന്താണ് പറയാൻ ആഗ്രഹിച്ചതെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയായിരുന്നു. സ്തോത്രം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ 3-ാം അധ്യായത്തിന്റെ വാക്യങ്ങൾ കേവലം ഒരു നമ്മൾ കൽപ്പിച്ചനുസരിക്കേണ്ട കുറച്ച് പ്രമാണങ്ങളായി മാത്രം അത് മനസ്സിലാക്കാതെ കൊലോസ്യ ലേഖനത്തിലെ അപ്പോസ്തലനായ പൗലോസ് എഴുതിയപ്പോൾ ഉണ്ടായിരുന്ന ആ മനോഭാവത്തിൽ നമുക്ക് ഈ ലേഖനത്തെ മനസ്സിലാക്കുവാനായി കഴിയട്ടെ. സ്തോത്രം. കേവലം നമ്മൾ ഇത് അനുസരിക്കുക എന്നത് പലപ്പോഴും ഇവിടെ പൗലോസ് പറയുന്ന രീതിയിൽ നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായ രീതിയിലാണ് പൗലോസ് ഇത് പറഞ്ഞു പോകുന്നത്. സ്തോത്രം. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ പോകുമ്പോൾ ഇതെങ്ങനെ നമുക്ക് ആമേൻ ഈ ദൈവ പദ്ധതിയിലേക്ക് നമുക്ക് കടന്നു വരാം എന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് സ്തോത്രം എന്താണ്? അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, കർത്താവിന് മുഖപക്ഷമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമേൻ ഈ അധ്യായം അവസാനിക്കുന്നത്. സ്തോത്രം. അതെ, ഉയരത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ദൈവജനം എപ്പോഴും ഉയരത്തിലുള്ളതിനെ അന്വേഷിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഈ ഭാഗങ്ങളിൽ കൂടി നമുക്ക് കടന്നു വരുവാൻ കഴിയുന്നത്. ഉയരത്തിലെ പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഈ ലോക ജീവിതത്തിൽ ഈ പറയുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് നയിക്കപ്പെടുവാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് 1-2 അധ്യായങ്ങളിൽ പറഞ്ഞ് നിർത്തിയതിനു ശേഷം 3-ാം അധ്യായത്തിൽ യേശു ഇനി നമുക്ക് വേണ്ടി എല്ലാമായി തീർന്ന് കടന്നുപോയ യേശു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ വിശ്വാസികളോടൊപ്പവും കുടുംബത്തോടും നമ്മുടെ ജോലി സ്ഥലത്തും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും എപ്രകാരമായിരിക്കണമെന്നും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സ്തോത്രം. അവിടെ 3-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ക്രിസ്തുവാണ് എല്ലാത്തിലും എല്ലാം. അത് നമുക്ക് 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നല്ലോ. അവനിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, എന്താണ് ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. സ്തോത്രം. അത് ക്രിസ്തുവാണ് എല്ലാം. നമ്മുടെ ലൈഫിൽ ഏത് ജീവിത സാഹചര്യങ്ങളിൽ വിശുദ്ധീകരണത്തിന്റെ വഴിയിലേക്ക് ദൈവം നമ്മളെ കടത്തിവിടുമ്പോഴും അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏത് ബന്ധങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോഴും ഏത് പൊസിഷനുകളിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആയിരുന്നാലും ആമേൻ നമ്മളുടെ ജീവിതത്തിലെല്ലാം കർത്താവാണ്, എല്ലാറ്റിലും എല്ലാം യേശുവാണ് എന്ന് മനസ്സിലാക്കുവാനാണ് അപ്പോസ്തലനായ പൗലോസ് ഈ അധ്യായത്തിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. 17-ാമത്തെ വാക്യത്തിലും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ച് ഇങ്ങനെയായിരുന്നു: വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടും ഇരിപ്പിൻ. ഞാൻ അവർക്കൊരു സഹായം ചെയ്തു, അവരോട് ഞാൻ മനസ്സലിഞ്ഞു, അവരുടെ കഷ്ടത്തിൽ ഞാൻ കരുണ കാണിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഇത് കർത്താവിന്റെ നാമത്തിലാണ്, യേശുവിന്റെ നാമത്തിലാണ്. യേശു എന്നോടത് കാണിച്ചത് കൊണ്ട്, യേശു അങ്ങനെ എനിക്കൊരു അവസരം തരുന്നത് കൊണ്ട് സ്തോത്രം ഞാൻ അങ്ങനെ കരുണ കാണിക്കുവാനിടയായി എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സ്തോത്രം. പ്രശംസിക്കുമ്പോൾ എപ്പോഴും കർത്താവിലല്ലാതെ നമ്മൾ ചെയ്ത ഒരു കാര്യത്തിൽ നമുക്ക് പ്രശംസിക്കാൻ ഒരിക്കലും ഇടയാകത്തില്ല. ഈ ലേഖനത്തിന്റെ പൗലോസ് ഉദ്ദേശിച്ച രീതിയിൽ മനസ്സിലാക്കിയാൽ. സ്തോത്രം. കാരണം നമ്മൾ വാക്കിനാലോ ക്രിയയാലോ നമ്മൾ ഇതിനു മുമ്പിൽ വായിച്ചതുപോലെ നമ്മളവരോട് ക്ഷമിച്ചാലോ, നമ്മളവരോട് ദീർഘക്ഷമ കാണിച്ചാലോ, സൗമ്യത കാണിച്ചാലോ, മനസ്സലിവ് കാണിച്ചാലോ, ദയ കാണിച്ചാലോ ഒക്കെ
ഇന്ന് പലപ്പോഴും ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ കേട്ടിട്ടുള്ളതായിരിക്കും. ഞാൻ പലപ്പോഴും അന്ന് പറഞ്ഞതുമാണ്. സ്തോത്രം. പലപ്പോഴും ദൈവം നമുക്ക് വേണ്ടി മറ്റുള്ളവരുടെ ആശ്വാസമായി നിൽക്കുവാൻ സഹായം ചെയ്തു തന്നിരിക്കെ, നമ്മൾ ഈ ദിവസങ്ങളിൽ വയനാട്ടിലെ സഹായങ്ങളൊക്കെ കാണുന്നത് പോലെ പലപ്പോഴും ദൈവമക്കൾ പോലും വീഡിയോ ഒക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ അതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ലോകത്തിന്റെ ഫിലോസഫി, ലോകത്തിന്റെ ഒരു ജ്ഞാനം, ഒരു ലോകത്തിന്റെ ഐഡിയ പലപ്പോഴും നമുക്കും വല്ലാതെ കടന്നു വരുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഞാനാണ് ചെയ്യുന്നത്, ഇത് എനിക്കിങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ കേവലം മനുഷ്യരെ പോലെ നമ്മളായിത്തീരുന്നത് കൊണ്ടാണ്. സ്തോത്രം. എന്നാൽ ഈ ലേഖനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു ദൈവ പൈതലിന് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനുമായി എന്തെങ്കിലുമൊക്കെ ആകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ സുവിശേഷ വേലയുടെ ഭാഗമായി ഒരു രാജ്യത്തോ ഒരു പട്ടണത്തിലോ ഒരു ഗ്രാമത്തിലോ ഒരു സ്ഥലത്തോ ഒക്കെ പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞേക്കാം. നമ്മൾ ഒരിക്കലും പറയരുത്, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അവർ നിന്നത്, ഞാൻ ചിലവിട്ടത് കൊണ്ടാണ് അവർ നിൽക്കാനിടയായി തീർന്നത്, കണ്ടില്ലേ ഇപ്പോൾ അവർ എന്നെ മറന്നുപോയി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നമ്മൾ നേരാവണ്ണമല്ല ചെയ്തത്. അത് കേവലം മനുഷ്യരുടെ സാധാരണ ലോക മനുഷ്യർ ചെയ്യുന്നത് പോലെയുള്ള പ്രവൃത്തിയായിരുന്നുള്ളൂ. സ്തോത്രം. എന്നാൽ വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ഇത് കർത്താവിന്റെ നാമത്തിലാണ്. കർത്താവ് എന്നോട് കാണിച്ച കരുണയും മനസ്സലിവും സ്നേഹവും നോക്കുമ്പോൾ ഞാൻ ആർക്കും ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ കടപ്പെട്ടവനായിരിക്കുന്നു. സ്തോത്രം. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. സ്തോത്രം. കർത്താവ് എന്നോട് സ്നേഹിച്ചതും കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതും ഓർത്താൽ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, 1-2 അധ്യായങ്ങൾ നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. സ്തോത്രം. കർത്താവ് നമ്മളോട് കാണിച്ച സ്നേഹം. സ്തോത്രം. അതിനുശേഷം 18-ാമത്തെ വാക്യം മുതൽ 25-ാം വാക്യം വരെ അപ്പോസ്തലനായ പൗലോസ് പല പ്രാവശ്യം പറയുന്നത് കർത്താവിനെ പ്രസാദിപ്പിക്കുക. നമ്മൾ ഭാര്യയെയോ ഭർത്താവിനെയോ മക്കളെയോ മാതാപിതാക്കളെയോ നമ്മുടെ ബോസിനെയോ നമ്മുടെ യജമാനനെയോ നമ്മുടെ ദാസനെയോ ഒന്നും അല്ല പ്രസാദിപ്പിക്കുന്നത്. ഈ ജീവിത സാഹചര്യങ്ങളിലൊക്കെ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഓർത്തോണം, എന്റെ അപ്പച്ചനെ നമ്മൾ പ്രസാദിപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിന് പ്രസാദകരമായ ഒരു ജീവിതത്തിലേക്കാണ് ദൈവം നമ്മളെ നയിക്കുന്നത്. അതിനെക്കുറിച്ച് ഇന്നും ചിലത് പറയുവാൻ ഈ വചനത്തിന്റെ ഭാഗത്തിൽ ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്നും മുന്നോട്ട് കടന്നു പോകട്ടെ. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ലോകത്തിന്റെ ഫിലോസഫി അനുസരിച്ചല്ല പോകേണ്ടത്. ലോകത്തിന്റെ തത്വജ്ഞാനവും വെറും വഞ്ചനയും ഉള്ള ഒരു ലോകത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ, പല വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കും അറിയാതൊരു ടെൻഡൻസി ഉണ്ടാകും, ഞാനും അങ്ങനെയൊക്കെ ചെയ്തു, നമുക്ക് മറ്റുള്ളവരുടെയൊക്കെ ഒന്ന് കാണിക്കണം, ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഒന്ന് ഇടണം, അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ ഞാൻ അവിടെ പോയി അവരെ സഹായിച്ച ഒരു സ്റ്റാറ്റസ് ഇട്ടിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴെങ്കിലും നമുക്കൊന്ന് പറയാം, കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഇങ്ങനെ അവിടെ ആയിരുന്ന സമയത്ത് എനിക്ക് അവരെ സഹായിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നല്ലോ, ദൈവം എനിക്ക് അവസരം തന്നല്ലോ എന്ന് പറയുന്നെങ്കിലും നമ്മൾ അതിൽ കൂടി ഉദ്ദേശിക്കുന്നത് എനിക്ക് മഹത്വം എടുക്കണം. സ്തോത്രം. കാരണമൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കേവലം മനുഷ്യരുടെ ഈ കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ലോകത്തിന്റെ ജ്ഞാനത്തിന്റെ ഫിലോസഫിയിലാണ്, അല്ലെങ്കിൽ ആ ജ്ഞാനത്തിനനുസരിച്ചാണ് നമ്മളുടെ പോക്ക് കിടക്കുന്നത്. നമ്മൾ ലോകത്തിലെ ആളുകളുടെ മാന്യം പലപ്പോഴും അന്വേഷിക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. കർത്താവ് അറിഞ്ഞാൽ പോരെ. സ്തോത്രം. കാരണം ഇത് നമ്മൾ കർത്താവിന്റെ നാമത്തിലും കർത്താവിന് വേണ്ടിയും, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് കൊണ്ടും, അല്ലെങ്കിൽ കർത്താവ് ഇങ്ങനെ അവസരം തന്നതുകൊണ്ടും നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കർത്താവ് ഒരു വ്യക്തിയെ സഹായിക്കാനുള്ളത് നമ്മളിൽ കൂടി ദൈവം ചെയ്യുന്നത് കൊണ്ട്, ആ ഭാഗ്യം ലഭിച്ചത് കൊണ്ട് ദൈവത്തിന് നന്ദി പറയുകയല്ലാതെ ഇതിൽ പുകഴുവാനോ പ്രശംസിക്കുവാനോ ഒന്നുമില്ല. ദൈവത്തിന് നമ്മൾക്ക് ഒരാളോട് സുവിശേഷം പറയുവാനോ ഒരാളോട് കരുണ കാണിക്കാനോ ദൈവം നമുക്ക് അവസരം തരുമ്പോൾ, അത് വലിയൊരു വാക്കായി പറയാതെ ആ വ്യക്തിയെ കർത്താവിന്റെ സ്നേഹം അറിയിക്കുവാൻ കർത്താവ് എന്നെ ഉപയോഗിച്ചല്ലോ. സ്തോത്രം. ആ വ്യക്തിയെ സഹായിക്കാൻ ഒത്തിരി പേർക്ക് ഒരുപക്ഷെ കഴിയുമായിരിക്കാം, എന്നാൽ എന്നെ എൻ്റെ കർത്താവ് നിർത്തിയല്ലോ. സ്തോത്രം. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒത്തിരി പേരില്ലായിരുന്നു, എന്നാൽ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഫോൺ കോളുകളും ആ കാലങ്ങളിൽ അദ്ദേഹത്തിന് കർത്താവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ ഒരാശ്വാസമായല്ലോ. അതുകൊണ്ട് അറിയേണ്ട വ്യക്തി അറിഞ്ഞാൽ, അതുകൊണ്ട് നമ്മുടെ സ്തോത്രം ആശയം നിൽക്കുവാൻ ഇടയാകട്ടെ. ബാക്കിയെല്ലാം വരുന്നത് സ്തോത്രം ലോകത്തിന്റെ ഫിലോസഫിയിൽ നിന്നാണ്, ലോകത്തിന്റെ ജ്ഞാനത്തിൽ നിന്നാണ്. അത് ലോകം നമ്മളെ പഠിപ്പിച്ച, ലോകത്തിന്റെ ആളുകൾ ഫോളോ ചെയ്യുന്ന പാഠങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ പാഠങ്ങളെ പിന്തുടരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. ഇനി നമുക്ക് ദാസന്മാരെ പറ്റി അല്പമായി ചിന്തിച്ചുകൊണ്ട് യജമാനനെ കുറിച്ചും ചേർത്ത് ചില കാര്യങ്ങളെ ചിന്തിക്കുവാനായി സമയങ്ങളെ വേർതിരിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ അവസാനം മാതാപിതാക്കന്മാരുടെ കടമകളെ പറഞ്ഞ് അവസാനിപ്പിച്ച സമയത്ത് ദാസന്മാരുടെ കടമകളെ പറ്റി പറഞ്ഞ് ഞാൻ തുടങ്ങി വെച്ചിരുന്നു. സ്തോത്രം. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ, ഇതൊരിക്കലും ഡയറക്റ്റ് പൗലോസ് ഇത് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിലെ സ്ലേവിനെ പറ്റിയാണ്, അടിമ ആളുകളെ പറ്റിയാണ്. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ, അന്ന് ഞാൻ പറഞ്ഞതുപോലെ
ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ജനസംഖ്യയുടെ ഒരു പകുതിയോളം ശതമാനം ആളുകൾ അന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ അടിമകളായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആളുകൾ അടിമകളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് അടിമകളായിരുന്ന പലരും വിശ്വാസികളായ ദൈവസഭയിലേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ യജമാനനും സ്തോത്രം, നമുക്കറിയാം ഫിലമോന്റെ ലേഖനത്തിൽ കാണാൻ കഴിയുന്നതുപോലെയൊക്കെ അടിമയും ഒരുമിച്ച് ഒരു സഭയിൽ കൂടി വരുന്ന പശ്ചാത്തലമൊക്കെ സഭകളിലും ആത്മീയ ലോകത്തിലും അന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. സ്തോത്രം. അവിടെ ഞാൻ ഇപ്പം തൊട്ടു മുമ്പിൽ വായിച്ച ഒരു വേദഭാഗത്തിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, സ്തോത്രം, എന്താണ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 11-ാമത്തെ വാക്യം ഞാനിപ്പോൾ വായിച്ചതാണ്, ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചാട്ടെ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തുയേശു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. എല്ലാവരിലും എല്ലാമാകും. ഈ വാക്യം വായിക്കുമ്പോൾ അറിയാതെ യജമാനന്മാർക്കൂടെ മുന്നിൽ ദാസന്മാർക്കും ഒക്കെ തോന്നുന്ന ഒരു മനോഭാവമുണ്ട്. നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണല്ലോ, നമ്മൾ പരസ്പരം വേർതിരിവുകളില്ലാത്തവരാണല്ലോ, ഉയർത്ത താഴ്ചകളില്ലാത്തവരാണോ. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം കൂടെ ദിവസം നമുക്കൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 28-ാമത്തെ വാക്യം. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ആമേൻ. ഇവിടെ എല്ലാ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ദൈവമക്കളെന്ന നിലയിൽ, ദൈവത്തിന്റെ സഭയെന്ന നിലയിൽ ദൈവത്തിനൊരു വ്യത്യാസവുമില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭയുടെ ഭാഗമായ ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അവിടെ കുഞ്ഞാണെന്നോ വലുതാണെന്നോ, ഒരു സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ ഒന്നുമില്ല. അവിടെ ചെല്ലുമ്പോൾ ആ സ്ത്രീ ആയിരുന്നു അങ്ങോട്ട് മാറി നിന്നാട്ടെ, നിങ്ങൾ ലോകത്തിൽ ദാസനായിരുന്നല്ലോ അതുകൊണ്ട് കുറച്ച് അങ്ങനെ നിന്നാട്ടെ എന്നൊന്നുമില്ല. അവിടെ ചെല്ലുമ്പോൾ ഒരു ഭർത്താവിന് ഒരിക്കലും ഭാര്യയെ കൺട്രോൾ ചെയ്യാനോ അവരെ താഴ്ത്തി കാണിക്കുവാനോ ഒന്നും കഴിയത്തില്ല. ദൈവം കൊടുക്കുന്ന പൊസിഷനാണ്. അവിടെ ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും എല്ലാമാണ്. അവിടെ സഹോദരിമാരെന്നോ സഹോദരന്മാരെന്നോ വേർതിരിവുകളില്ലാതെ, ദാസനെന്നോ സ്വതന്ത്രനെന്നോ വേർതിരിവുകളില്ലാതെ, എന്തെങ്കിലും കഴിവുകൾ ഉള്ളവരോ കഴിവുകളില്ലാത്തവരെന്നോ ഏതൊക്കെ പശ്ചാത്തലത്തിൽ, ഇതിനൊന്നും വ്യത്യാസമില്ല. എന്നാൽ നമുക്കിപ്പോൾ വായിച്ച വേദഭാഗത്തിൽ കാണുന്നത് പോലെ ജഡപ്രകാരമുള്ള യജമാനന്മാർ എന്ന് പറഞ്ഞാൽ, ജഡത്തിൽ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അങ്ങനെയല്ല. പക്ഷെ അന്നത്തെ കാലത്തെ ആളുകൾ ചിന്തിച്ചു, ക്രിസ്തുവിൽ നമുക്കൊരു വ്യത്യാസമില്ലല്ലോ, അതുകൊണ്ട് എന്തുമാകാം. സ്വർഗത്തിൽ ചെന്നിട്ട് എൻ്റെ കുഞ്ഞ് എൻ്റെ മുന്നിൽ വന്ന അനുസരണത്തോടെ നിൽക്കേണ്ട ഭാവമൊന്നുമില്ല. കാരണം ക്രിസ്തുവിൽ എല്ലാവരും തുല്യരാണ്, അല്ലെ? നമ്മൾ ഒരു ദൈവത്തിന്റെ മക്കളാണ്. ഞാനും ദൈവത്തിന്റെ മകനാണ്, എൻ്റെ മക്കളും ദൈവത്തിന്റെ മക്കളാണ്. സ്തോത്രം. അതുകൊണ്ട് അവിടെ ഒരു വേർതിരിവുമില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ എടാ പപ്പ അല്ലെങ്കിൽ എടാ ജെയിംസെ എന്ന് വിളിച്ച് എൻ്റെ മോക്ക് എൻ്റെ തോളിൽ കൈയിടാൻ കഴിയത്തില്ല. ആ ഒരു മനോഭാവത്തിൽ എൻ്റെ പുറകെ വരാൻ കഴിയത്തില്ല. അതിനൊരു വ്യവസ്ഥയുണ്ട്. അവിടെ പിതാക്കന്മാർക്ക്, ജഡപ്രകാരമുള്ള പിതാക്കന്മാർക്ക് ഞാൻ അനുസരണമുള്ളവനായിരിക്കണം. അവിടെ ചെല്ലുമ്പോൾ സഹോദരിമാർക്കും സഹോദരങ്ങൾ, അതിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ വേർതിരിവുകളൊന്നുമില്ല. അവിടെ പ്രത്യേകിച്ച് ഒരു വേർതിരിവുമില്ല. എല്ലാം ഒരുപോലെയാണ് കർത്താവ് കാണുന്നത്. അതിന്റെ പേരിൽ ഒരു വ്യത്യാസവും അവിടെ കാണുന്നില്ല. എന്നാൽ ഇവിടെ എങ്ങനെ ആയിരിക്കണമെന്നത് ഇവിടെ പറയുന്നത് പോലെയാണ്. സ്തോത്രം. ആമേൻ. എന്തുകൊണ്ടാണ് ദൈവം എങ്ങനെ വെച്ചിരിക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. ഈ ഭാഗത്തിലും അത് വ്യക്തമായി പറയുന്നത് കൊണ്ട് നമുക്കത് ചിന്തിക്കാൻ ശ്രമിക്കാം. സ്തോത്രം. അങ്ങനെയുള്ള മനോഭാവത്തിലേക്ക് വരുമ്പോൾ ദൈവം എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയല്ലോ. ഞങ്ങൾക്ക് കർത്താവുമായിട്ട് നോക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഞങ്ങൾ അടിമത്തത്തിലൊന്നുമില്ല. ദൈവം ഞങ്ങളെ സ്വതന്ത്രരാക്കി. കണ്ടില്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അതുകൊണ്ട് ഞങ്ങൾ അടിമകളല്ല, ഞങ്ങൾ പോരാടേണ്ടവരാണ്. ഞങ്ങൾ ഇതിനെ വ്യവസ്ഥയ്ക്ക് എതിര് പറയേണ്ടവരാണ്. ഞങ്ങൾ അടിമത്വത്തിനെതിരെ സംസാരിക്കേണ്ടവരാണ്. ഞങ്ങൾ നീതിക്കും ന്യായത്തിനും വേണ്ടി പോരാടേണ്ടവരാണ്, കീജൈ വിളിക്കേണ്ടവരാണ് എന്നല്ല പൗലോസ് പറയുന്നത്. അടിമത്വത്തിൽ ആണ് നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ തുടരുക. അങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് കർത്താവിനെ ഫോളോ ചെയ്യാൻ കഴിയും. അത് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞ് തുടങ്ങിയിരുന്നത് നിങ്ങളോളം എത്തിക്കാണമെന്ന് വിശ്വസിക്കുകയാണ്. സ്തോത്രം.
ആമേൻ. യേശു കർത്താവിനെ ഫോളോ ചെയ്യുന്നതിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. അടിമ വ്യവസ്ഥ, നമ്മളായിരിക്കുന്ന ഒരു വ്യവസ്ഥയും, ഒരു സ്ത്രീ ആയാലോ പുരുഷനായാലോ കുഞ്ഞായാലോ ഏത് സാഹചര്യത്തിലുള്ള മനുഷ്യനായാലും അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അയ്യോ ദൈവദാസനെ, ഞാനൊരു സഹോദരിയായിപ്പോയി, ഞാനൊരു ആണായിപ്പോയി, ഞാനൊരു കുഞ്ഞായിപ്പോയി, ഞാനൊരു അടിമയായിപ്പോയി, ഞാനൊരു മറ്റുള്ളവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിപ്പോയി എന്നൊന്നും എക്സ്ക്യൂസ് പറയാനില്ല. അവിടെ എല്ലാം നമുക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കാനുള്ള വഴികളാണ് ദൈവം ഒരുക്കുന്നത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഞാനൊരു ആണായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ആണുങ്ങൾക്ക് ആണുങ്ങളുടേതായ ടെൻഷനുകളുണ്ട്. നമ്മൾ ഒരുപക്ഷെ ആണായിരുന്നെങ്കിൽ മനസ്സിലാകും ആണുങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ. സഹോദരിമാരുടെ ലൈഫ് നോക്കുമ്പോൾ നമുക്ക് തോന്നും അവർക്ക് അങ്ങനെ ആയിരുന്നാൽ പോലെ, അവർക്ക് എന്താ ബുദ്ധിമുട്ടല്ല. നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത തകർച്ചകളിൽ കൂടി കടന്നു പോകുന്നെന്ന് വേണമെങ്കിൽ മാനുഷിക രീതി പറയാവുന്ന സാഹചര്യങ്ങളിൽ കൂടി സഹോദരിമാർ കടന്നു പോകുന്നുണ്ട്. ഒരു കുഞ്ഞിനായിരിക്കും നമ്മൾ പറയും, കുഞ്ഞല്ലേ നിനക്കെന്താ കുഴപ്പം. ആ കുഞ്ഞിന്റെ ജീവിത സാഹചര്യത്തിൽ വെച്ച് നോക്കുക, അതിന്റെ മനോഭാവത്തിൽ നോക്കുമ്പോൾ അതിന് ഈ ഭാഗ്യമൊക്കെ തൂക്കി വലിയ ഭാരമേറിയ പുസ്തകങ്ങളൊക്കെ എടുത്ത് ഈ ടീച്ചറിന്റെ മുന്നിൽ പഠിച്ചിട്ട് മറന്നു പോവുകയും അവർ ചെറുതായിട്ട് പേടിപ്പിക്കുകയും വിവിധ തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിലൊക്കെ ക്ലാസ്സിൽ പോയിരിക്കുകയും അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്നത് അവരുടെ മനോഭാവത്തിൽ നമ്മൾ എന്താ പോയാലും നമ്മൾ പറയും. പക്ഷെ അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ നമ്മുടെ ചെറുപ്പത്തെ ഉയർത്തി കാണിക്കുന്ന, ചെറുപ്പത്തിൽ നമ്മൾ വലുതാകാൻ ആഗ്രഹിച്ചവരാണ്. സ്വത്രം എന്ന് പറയുന്നത് പോലെ അടിമത്വത്തിലായിരിക്കുന്ന ഒരു സ്വതന്ത്രരെ ഓർക്കേണ്ട ആവശ്യം. ആ അടിമത്വത്തിലായിരുന്നു കൊണ്ട് നമുക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയും. പിന്നെ എന്താണ് കർത്താവിടെ ഈ സാഹചര്യത്തിൽ കൂടെ ഒക്കെ ഉദ്ദേശിക്കുന്നത് എന്ന് ദൈവസന്നിധിയിൽ ഈ വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായി അല്പമായിട്ട് ശ്രമിക്കാം. സ്വത്രം നമുക്കിവിടെ ഈ വചനവുമായി ചേർത്തിട്ട് എഫെസ്യ ലേഖനത്തിൽ ഇതേ സെയിം വചനം അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് വായിക്കാം. സ്വത്രം എഫെസ്യ ലേഖനം 6-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ, അവിടെ ആ ദാസന്മാരെ പറ്റി പറയുന്ന ഭാഗം മാത്രം ഒന്ന് വായിച്ചട്ടെ. എഫെസ്യ ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ദൈവം നമുക്കൊന്ന് വായിക്കാം. ദാസന്മാരെ, ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിൽ എന്ന പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പീൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവയാൽ അല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോട് ചെയ്തും മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ പ്രീതിയോട് സേവിച്ചും കൊണ്ട് അനുസരിപ്പീൻ. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്നും പ്രതിഫലം പ്രാപിക്കും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിൽ ഉണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷം ഇല്ല എന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിക്കുകയും ചെയ്യുവീൻ. ആമേൻ. ഇതേ വാക്കുകൾ തന്നെ, ഏകദേശം ഇതേ പൗലോസ് വിവിധ സാഹചര്യങ്ങളിൽ ലേഖനം എഴുതുമ്പോഴും ഒരേ പ്രസംഗങ്ങൾ ആ സാഹചര്യത്തിൽ പറയുകയായിരുന്നു. അപ്പൊ നമ്മൾ ചിലപ്പം ചില ദേവദാസന്മാരെ പറ്റി പറയാറില്ലേ, ഒരേ പ്രസംഗങ്ങൾ അദ്ദേഹം വിവിധ സ്ഥലത്തിൽ പ്രസംഗിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ പ്രസംഗിച്ചിട്ടുണ്ട്. സത്യത്തിൽ നമ്മൾ ഓരോ സാഹചര്യത്തിൽ തരുമ്പോഴും ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും പ്രസംഗിക്കാൻ നമുക്കില്ല. കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അത് മറ്റൊരു രീതിയിൽ പറഞ്ഞു, അവിടുത്തെ സാഹചര്യം അനുസരിച്ച് കുറെ കാര്യങ്ങളുടെ വ്യക്തമാക്കി പറയുന്നു. ഗലാത്യ ലേഖനത്തിൽ വരുമ്പോൾ അവിടുത്തെ ഉള്ള സാഹചര്യമായി ചേർത്ത് പറയുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളുമായി ചേർത്ത് പറയുന്നു. ഇവിടെ കൊലോസിയരുടെ അനുഭവം വരുമ്പോൾ അവിടുത്തെ ജീവിത പശ്ചാത്തലത്തിൽ പറയുന്നതല്ല ഒന്ന് തന്നെയാണ്. അവിടുത്തെ സാഹചര്യത്തിൽ അവിടുത്തെ രീതിയിൽ മനസ്സിലാക്കത്തക്ക രീതിയിൽ സംസാരിക്കുന്നു മാത്രം. സ്തോത്രം. നമുക്ക് ആ വചനത്തിലേക്ക് തന്നെ മടങ്ങി വരാം. സ്തോത്രം. എന്താണ് ഇവിടെ കാണാൻ കഴിയുന്നത്? സകലത്തിലും, നമുക്ക് ഈ വചനങ്ങൾ തന്നെയാണ് ചിന്തിക്കുന്നത്, സകലത്തിലും അനുസരിക്കണം അല്ലെ. നമ്മൾ ഇങ്ങനെ പറയുന്നത് സകലത്തിലും യജമാനനെ ദാസൻ അനുസരിക്കണം. ഇപ്പൊ നമ്മളിപ്പോൾ പറയുമ്പോൾ, ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ വചനം നമ്മളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് ചോദിച്ചാൽ, ഇന്ന് അടിമകളായിട്ടൊന്നുമല്ല നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ വചനത്തെ വേണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് തെറ്റില്ലെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. നമ്മൾ ജോലി ചെയ്യുന്ന സാഹചര്യമായിട്ട് ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ ആരുടെയെങ്കിലും അണ്ടറിലാണോ നമ്മൾ, അവരോട് നമ്മളുടെ മനോഭാവം എന്തായിരിക്കണമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വത്രം. ആ ഭാഗത്തിലേക്ക് നമുക്ക് വരാം. ഇവിടെ എന്താണ് പറയുന്നത്? സകലത്തിലും അനുസരിക്കണം. സകലത്തിലും അനുസരിക്കണം. സ്വത്രം. സകലത്തിലും അനുസരിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് എന്തുകൊണ്ട് സകലത്തിലും അനുസരിക്കേണ്ടത്? അവിടെ നമുക്കൊന്ന് നോക്കിയാട്ടെ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ്, മനുഷ്യർക്കും നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യും. ഇവിടെ ഒരു കാര്യത്തിലേക്ക് നമുക്ക് സമാധാനത്തോടെ കടന്നു പോകാം.
ഈ ദാസന്മാരോട് അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ ജോലിക്കായിരിക്കുന്ന ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ അടിമയായിരിക്കുന്ന വ്യക്തിയോട് പൗലോസ് പറയുകയാണ്, എന്താ പറയുന്നത്? നിങ്ങൾ ഇവിടെ കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുന്നത് നിങ്ങളുടെ ദാസൻ എന്ന വണ്ണമല്ല, കർത്താവിനെന്ന വണ്ണം ചെയ്യുക. കർത്താവിനെന്ന വണ്ണം ചെയ്യുക. സ്തോത്രം. ഇവിടെ എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, കൊലോസ്യ ലേഖനത്തിൽ കർത്താവിനെയും ക്രിസ്തുവിനെയും ആമേൻ പ്രസാദിപ്പിക്കുവാനായി നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഓരോ സാഹചര്യങ്ങൾ വെളിപ്പെടുത്തി തന്നെ നമ്മൾ പഠിക്കണം, അല്ലെ? നമുക്ക് ഒരു വാക്യം കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ഒന്ന് വായിക്കാം. സ്തോത്രം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങൾ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. ആമേൻ. ഇവിടെയും അവസാനം ഉപയോഗിച്ച ദാസൻ എന്ന വാക്ക് കറക്റ്റ് സെയിം വാക്ക് തന്നെ, ആ അടിമ എന്ന വാക്കിന്റെ രീതിയിൽ തന്നെയാണ്, കറക്റ്റ് ആയിട്ട് ആ വാക്ക് തന്നെയാണ്. കർത്താവിന്റെ മുന്നിൽ നമ്മളായിരുന്നത് എങ്ങനെയാണെന്നാണ് പൗലോസ് പറയുന്നത്? അടിമയായിരുന്നു. നമുക്കൊരു യോഗ്യതയും ഇല്ലാത്തവരായിരുന്നു. കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പല പ്രാവശ്യം ഞാൻ പറഞ്ഞാൽ ശത്രുവായിരുന്നു. നമ്മളെ കൊണ്ട് ഒരു യോഗ്യതയും ഇല്ലാത്തവരാണ്. ഗലാത്യ ലേഖനത്തിൽ നമ്മളിപ്പോൾ ഇപ്പോൾ തുടക്കത്തിൽ വായിച്ചത് എന്താ? കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയുടെ സന്തതി വന്നിട്ട് അടിമയായിരുന്ന മനുഷ്യനെ മകനായി മകളാക്കി മാറ്റി. അവന്റെ രക്തത്താൽ നമ്മളെ പിതാവിനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള യോഗ്യതയിലേക്ക് കൊണ്ടുവന്നു. അപ്പം കർത്താവിന്റെ മുന്നിൽ ഞാനും നിങ്ങളും അടിമകളായിരുന്നു. ഇപ്പോഴും കർത്താവിന്റെ കരുണ നമ്മളുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ മക്കളാണെങ്കിലും സത്യത്തിൽ കർത്താവിന്റെ കൃപയൊന്ന് മാറ്റിവെച്ചാൽ അതേ പൊസിഷനിൽ തന്നെയാണ്. നമ്മൾ ആരും നമ്മളാൽ കർത്താവിന്റെ മക്കളല്ല. കർത്താവ് നമ്മളെ അങ്ങനെ എണ്ണിയത് കൊണ്ട് നമ്മൾ അങ്ങനെ മക്കളായിരിക്കുന്നു എന്നുള്ളതല്ലാതെ യേശു അല്ലാതെ ദൈവത്തിന് മക്കളായി ആരുമില്ല. അവനിൽ നമ്മളെ ദത്തെടുത്തു എന്നാണ് ദൈവം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇപ്പോഴും അടിമകളായി, കർത്താവ് നമ്മളെ മക്കളായി എണ്ണിയിരിക്കുന്നു, അല്ലെ? അപ്പൊ കർത്താവിന്റെ സന്നിധിയിൽ, കർത്താവിന്റെ മുന്നിൽ നമ്മൾ അടിമകളായി നിൽക്കുന്ന മക്കളാണ്. ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ, നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ, നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ കൃപ മാറ്റിവെച്ചാൽ, കർത്താവിന്റെ രക്തം മാറ്റിവെച്ചാൽ, കർത്താവിന്റെ കരുണ ക്രൂശിൽ ചൊരിഞ്ഞത് മാറ്റിവെച്ചാൽ നമ്മൾ അടിമകളാണ്. ലോകത്തിലുള്ള സകല മനുഷ്യരും ആദാമിൽ നിന്ന് ജനിച്ച, അത് ദാസനാകട്ടെ സ്വതന്ത്രനാകട്ടെ, സകല ആളുകളും അടിമകളാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കാൻ നമുക്കാർക്കും യോഗ്യതയില്ല. അപ്പം ആ യോഗ്യത ഇല്ലാത്ത നിലവാരത്തിലായിരുന്ന കർത്താവിന്റെ മുന്നിൽ നമ്മൾ, യേശു നമ്മളെ നേടിയ കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഞാൻ അന്ന് നിങ്ങളോട് ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വായിപ്പിച്ച ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5, 6, 7 വാക്യങ്ങളുടെ ദൈവസനം എന്ന് വായിച്ചാട്ടെ. Have this mind among yourselves, which is yours in Christ Jesus, who, though he was in the form of God, he did not count equality with God a thing to be grasped, but emptied himself by taking the form of a servant, being born in the likeness of man. മതി. ദൈവം അനുഗ്രഹിക്കണം മകളെ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? ദൈവത്തിന് സമനായിരുന്നവൻ എന്നെയും നിങ്ങളെ, ഞാനും നിങ്ങളും ആരായിരുന്നു? ദൈവത്തിന്റെ മുന്നിൽ അടിമയെന്ന് പറയാൻ പോലും യോഗ്യതയില്ലാത്തവരായിരുന്നു. ആ അടിമകളെ നേടാൻ, സ്വതന്ത്രരാക്കാൻ, മക്കളാക്കി മാറ്റാൻ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞിരിക്കുന്ന വാക്കും സെയിം വാക്ക് തന്നെയാണ്. ദാസനായി തീർന്നു. ദാസനായി തീർന്നു. ഇപ്പൊ പൗലോസ് ഇവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ?
ദാസനായി നമ്മുടെ മുന്നിൽ വെളിപ്പെട്ട ക്രിസ്തുവിന്റെ ഭാവം വരട്ടെ എന്നാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്. കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ആ ക്രിസ്തുവിനെ അറിയാനുള്ള, എപ്രകാരം നമുക്ക് ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കണമെന്നത് നമ്മളായിരിക്കുന്ന ദാസ്യ അനുഭവത്തിൽ കൂടി കഴിയുമെന്ന പൗലോസോട് പറഞ്ഞു. ഞാൻ അതിനെ കുറച്ചുകൂടി സിമ്പിളാക്കി വ്യക്തമാക്കി എന്ന് പറയാം. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളവർ കുഴപ്പമില്ല, അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി നമ്മൾ ആയിരിക്കുന്ന ഇനി ഞാൻ പറയാം, ഈ ഭാര്യമാരുടെ കാര്യം മുതൽ ഈ യജമാനന്റെ കാര്യം വരെ നോക്കുമ്പോൾ പൗലോസ് പറഞ്ഞ് വരുന്നത് എവിടോട്ടാണെന്ന് അറിയാമോ? ഈ ക്ലൈമാക്സിലേക്കാണ് വരുന്നത്. എങ്ങനെയാ? നമ്മൾ അടിമകളെ പോലെയാണ്. യജമാനിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാനില്ലാതെ, ഒന്നും അവകാശമായി ചോദിക്കാനില്ലാതെ, എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ വകയില്ലാതെ, ന്യായമായിട്ട് ചോദിക്കാൻ അർഹതയില്ലാതെ, പറയുന്നത് മാത്രമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെന്ന് പോലും ഒരു ഭാവമില്ലാതെ, ഒരു മനുഷ്യൻ കൺസേൺ ചെയ്യാതെ, യോഗ്യതയുടെ സാഹചര്യങ്ങളൊന്നും മാനിക്കാതെ ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മളെ ദൈവം കൊണ്ടുപോയി മനസ്സിലാക്കുകയാണ് യേശു ആരാണെന്ന്. ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ, അത് ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും മകനായാലും മകളായാലും പിതാവായാലും ദാസനായാലും ഇനി യജമാനനായാലും, ഇതിൻ്റെ മുകളിലുള്ള യേശുവിൻ്റെ ആ ഭാവത്തെ, ആ കർത്താവിനെ കൂടുതൽ അറിയുവാൻ കഴിയുന്ന ഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് എത്തുന്ന ക്ലൈമാക്സ് എന്ന് പറയുന്നത്, ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഫിലിപ്പിയ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ശൂന്യനായി തീരുകയാണ്. എന്ന് പറഞ്ഞാൽ എനിക്കൊരു അവകാശവും ചോദിക്കാനില്ലാത്ത അടിമയെ പോലെ ആയിത്തീരുകയെന്നാണ് യേശുവിന്റെ ആത്മാവിൽ പൗലോസൂടെ പറഞ്ഞു വെക്കുന്ന വചനം. എന്ന് പറഞ്ഞാൽ ഇവിടെ 18 മുതൽ 4:1 വരെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടേക്ക് കർത്താവ് നമ്മളെ നയിക്കുമ്പോൾ സംഭവിക്കുന്നത് ഏറ്റവും വലിയ താഴ്മാ മനോഭാവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ആത്മീക ജീവിതത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ആരോടും കുറ്റം പറയാതെ, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ, ആരുടെയും ബഹുമാനം അന്വേഷിക്കാതെ, താഴ്മയുള്ള മനോഭാവത്തിൽ നിന്നുകൊണ്ടും ഒരു കേവലം അടിമയെ പോലെ ആയിത്തീരുന്നതാ. അതെന്താണ് യേശു കർത്താവ്? ഞാൻ പലപ്പോഴും പറഞ്ഞത് ഒന്നുകൂടെ പറയാം. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അല്ലെ? നമുക്ക് പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യം ഇതിനുമായി ചേർത്ത് നമുക്ക് വായിക്കാം. സ്തോത്രം. 1 പീറ്റർ 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 18 മുതൽ 24 വരെ, 24 വരെ, 18 to 24 ദൈവസന്നിധി വായിക്കാം. വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക്, നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പീൻ. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായ കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. 24 വരെ, 24 വരെ വായിച്ചാട്ടെ. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടുപ്പിനരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ആമേൻ. ശ്രദ്ധയോടെ ആ വചനത്തിലേക്ക് നോക്കിയാട്ടെ. ദാസന്മാരോട് അല്ലെങ്കിൽ വേലക്കാരോട് എന്താ പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കഠിനമേറിയ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു തോന്നുന്ന സാഹചര്യം വരുന്നുണ്ടല്ലോ, അത് യേശുവിനെ പിന്തുടരുന്നതുമായി നോക്കുമ്പോൾ ഒന്നുമില്ല. യേശുവിനെ പിന്തുടരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവൻ അടികൊണ്ടു,
കുറ്റം ഒന്നും ഇല്ലാതിരിക്കെ അടികൊണ്ടു. ഒരു കാര്യത്തിനും അവൻ ആവശ്യമില്ലാതിരുന്നിട്ടും അവനെ വേദനിപ്പിച്ചു. ആ തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടി കടന്നുപോകുന്നത് എന്തിനാ? ഈ വേലക്കാരൻ എന്ന രീതിയിൽ കഷ്ടപ്പെടുന്ന ആ വ്യക്തി, അല്ലെങ്കിൽ എന്നെ നേടാനാ. നിങ്ങളെ ചിന്തിച്ചോ, എന്നെ നേടാനാണെന്ന്. അതും മനസ്സിലാക്കാനുള്ള ഒരു നല്ല അവസരം കൂടിയാണ് കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ. നമ്മളെ അത്രയുള്ള കഠിനമായ സാഹചര്യത്തിൽ കൂടെ ഒന്നും കടത്തിവിടുന്നില്ല. നമ്മൾ ആരും റോഡിൽ കൂടി ചാട്ടവാറിനാൽ അടികൊണ്ട് ജോലിയെടുക്കേണ്ട സാഹചര്യം വന്നില്ലല്ലോ. നമ്മളാരും ഭാരമേറിയ ക്രൂശുമെടുത്ത് റോഡിൽ കൂടി ചുമന്നു കൊണ്ടുപോയി ഒരു യജമാനൻ നമ്മളെ അങ്ങനെ ശിക്ഷിച്ച് നടത്തിയില്ലല്ലോ. നമ്മുടെ മുഖത്ത് തുപ്പലേൽപ്പിച്ചുകൊണ്ട് ഒരു യജമാനൻ നമ്മളോട് ഇടപെട്ടില്ലല്ലോ. അതിന് സമാനമായ അല്ലെങ്കിൽ അതുപോലെയുള്ള സാഹചര്യങ്ങൾ കൂടി കടന്നുപോയാലും യേശു കടന്നുപോയതുപോലെ നമ്മൾ ആരും കടന്നുപോയിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുകയാണ്, അവരെല്ലാം എന്നെ വേദനിപ്പിക്കുന്നു. കേവലം 15,000 രൂപയ്ക്ക് 10,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 25,000 രൂപയ്ക്ക് എനിക്ക് ഒന്നുമാകാത്ത കുറച്ച് ശമ്പളത്തിന് ഞാൻ ജോലി ചെയ്യുന്നു, അവരെന്നെ വേദനിപ്പിക്കുന്നു, അവരെന്നെ കൊച്ചാക്കുന്നു, അവരെന്നെ മാനിക്കുന്നില്ല എന്ന് പറയുന്നെങ്കിൽ അവിടെയും യജമാനനെ 100% അനുസരിക്കണം. 100-ൽ കുറച്ച് എനിക്ക് പറ്റുന്നത് പോലെ എന്നല്ല, 100% അനുസരിക്കണം. കാരണം എന്താ? അത് കർത്താവിന് പ്രസാദകരമാണ്. കാരണം ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ നിങ്ങളെ ആക്കി വെച്ചത് കർത്താവാണ്. അത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവിനെ മനസ്സിലാക്കുവാനും കർത്താവിന്റെ പാതകൾ പിന്തുടരുവാനും നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന വഴിയിൽ നിന്നും നമ്മുടെ ഫിലോസഫിക്ക് അനുസരിച്ച് മനുഷ്യരാരോ നമുക്ക് പറഞ്ഞു തന്ന കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ജ്ഞാനത്തിനനുസരിച്ച് നമ്മൾ അവിടെ നിന്ന് ഓടി ഒളിക്കുകയാണ്. ഇനി എല്ലാം സകലത്തിനും അനുസരിക്കണമെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ, അവർ ദൈവത്തിന്റെ ഹിതത്തിന് എതിരായി പോയി കഴിഞ്ഞാൽ നമ്മൾ അവരെ അനുസരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ കർത്താവിനെ പ്രസാദിപ്പിക്കുകയാണ് ആദ്യം. അപ്പൊ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആ യജമാനം പ്രസാദിപ്പിക്കുന്നതല്ല, കർത്താവിനെ പ്രസാദിപ്പിക്കുകയാണ്. അപ്പൊ കർത്താവിനെ പ്രസാദിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഈവിൾ വർക്ക്, ഒരു യജമാനൻ നമ്മളോട് മോശമായ ദൈവഹിതത്തിനെതിരായ ഒരു കാര്യം യജമാനൻ നമ്മളോട് പറഞ്ഞ് നമ്മൾ ചെയ്യത്തില്ല. കാരണം നമ്മൾ ആരെയാ പ്രസാദിപ്പിക്കുന്നേ? ആ യജമാനനല്ല. അവിടെ എന്താ പറയുന്നത്? 2 വാക്കുണ്ട്. ദൃഷ്ടിസേവകളാൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവർ, അല്ലെ? മനുഷ്യരെ പ്രസാദിപ്പിക്കുകയും ദൃഷ്ടിസേവയും അല്ലാത്തത് കൊണ്ട് നമ്മൾ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ കർത്താവിനെയാണ് പ്രസാദിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ തെറ്റായ ഒരു കാര്യം ഒരിക്കലും അനുസരിക്കേണ്ടി വരില്ല. ഇനി അതിന്റെ പേരിൽ നമ്മളെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയോ നമുക്ക് തന്നെ അവിടെ അതനുസരിക്കുന്നു നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നാൽ അത് ദൈവം നോക്കിക്കോളും. നമുക്ക് യോസഫിന്റെ കഥ അറിയാവുന്നു. സ്തോത്രം. തനിക്ക് ആ ജോലി സ്ഥലത്ത് ദൈവത്തോടും മനുഷ്യനോടും വിശ്വസ്തയോടെ നിൽക്കേണ്ട സാഹചര്യം വന്നപ്പോൾ, കർത്താവിനെ മാത്രം പ്രസാദിപ്പിച്ചുള്ള ജീവിത തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നപ്പോൾ, കോംപ്രമൈസിന് തയ്യാറാകാതെ വന്നപ്പോൾ താൻ അവിടെ നിന്ന് ജയിലിലേക്ക് പോയി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതമൊന്നും തീർന്നു പോയില്ല. നിങ്ങൾ ഏറ്റവും നല്ലൊരു ജോലി ലഭിച്ചു, എന്നാൽ അവിടെ മദ്യപിക്കണം, കള്ളം പറയണം, അവിടെ മോശമായ കാര്യങ്ങൾ ചെയ്താലേ അവിടെ നിൽക്കാൻ കഴിയത്തുള്ളെങ്കിൽ നമുക്ക് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയൊക്കെ അറിയാമല്ലോ, ദാനിയേലിന്റെ കഥകൾ അറിയാമല്ലോ. ഭക്തിയോടെ നിൽക്കാൻ നമുക്ക് കഴിയണം. കാരണം നമ്മൾ പ്രസാദിപ്പിക്കുന്നത് അവിടുത്തെ യജമാനനെയല്ല. ആദ്യമായി ഏറ്റവും മെയിനായി നമ്മൾ പ്രസാദിപ്പിക്കുന്നത് നമ്മുടെ കർത്താവിനെ തന്നെയാണ്. നമുക്ക് വേണ്ടി എല്ലാമായി തീർന്ന കർത്താവിനെയാണ് നമ്മൾ പ്രസാദിപ്പിക്കുന്നത്. നമുക്ക് ഭയം കർത്താവിനെയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരെയല്ല നമുക്ക് ഭയം, ദൈവത്തെ ഭയപ്പെട്ട്. ദൈവത്തെയാണ് നമുക്ക് ഭയം. ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തി മാന്യമായ ജോലി ചെയ്യുമെന്നാണ് ഈ വചനത്തിന്റെ അടിസ്ഥാനം. ജോലി വിശ്വസ്തയോടെ ചെയ്യുന്നില്ല എന്ന കാരണത്താൽ നിങ്ങളെ നിങ്ങളുടെ മാസ്റ്റർ ഒരിക്കലും പറഞ്ഞുവിടേണ്ടി വരത്തില്ല. ക്രിസ്തുവിനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ യേശുവിനെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ
ജോലിയുടെ കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് മാറ്റി നിർത്താൻ കഴിയത്തില്ല. കാരണം നിങ്ങൾ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നത് കൊണ്ട് എങ്ങനെ ചെയ്യണമെന്ന് അതിലേക്കാണ് നമ്മൾ അല്പമായിട്ട് വന്ന് അവസാനിപ്പിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്ന സ്വന്തം. അതുകൊണ്ട് ഈവിൾ വർക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിനെ അനുസരിക്കുവാനായി ദൈവവചനത്തിൽ വ്യവസ്ഥകൾ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വത്രം നമ്മൾ കർത്താവിനെയാണ് പ്രസാദിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുമല്ലോ, ഞാൻ എല്ലാ ഈ തരത്തിലുള്ള കാര്യങ്ങളും യേശുവിന്റെ ലൈഫുമായി ചേർത്ത് പറയുന്നതിന് കാരണം പൗലോസ് അങ്ങനെയാണ് ഈ ലേഖനങ്ങൾ ഓർഡർ ചെയ്ത് കൊണ്ടുവരുന്നത്. നമുക്ക് ക്രിസ്തുവിനെ മാതൃകയാക്കാനാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വേദനകളായാലും, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ പൊസിഷനിലുള്ള പ്രോബ്ലങ്ങളായാലും, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന മാനുഷിക ശാരീരിക സംഘർഷങ്ങളായിരുന്നാലും, ഒരു യഥാർത്ഥ രക്ഷിക്കപ്പെട്ട ദൈവത്തിലാണോ നിങ്ങൾ? ഇതെല്ലാം യേശുവിനെ അറിയുവാനും ക്രിസ്തു നിങ്ങളോട് കാണിച്ച സ്നേഹ സഹനങ്ങളെ മനസ്സിലാക്കാനുള്ള നല്ല അവസരങ്ങൾ. അത് ഭാര്യയായാലും ഭർത്താവായാലും ഒരു ദാസനായാലും സ്വതന്ത്രനായാലും. സ്തോത്രം. ഇത് ഈ ഭാഗമായിട്ട് ചേർത്ത് കർത്താവ് ഇങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് കടന്നു പോയപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമുക്ക് ജസ്റ്റ് ഞാൻ അതിനകത്ത് മുഴുവൻ കാര്യങ്ങളും പറയുന്നില്ല. ഞാൻ ഈ വചനത്തിൽ തന്നെ നിന്നുകൊണ്ട് ഈ വചനത്തോട് തന്നെ നീതി പുലർത്തി ജസ്റ്റ് ഒന്ന് നമുക്ക് ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കാം. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. സ്തോത്രം. 43 നമുക്കൊന്ന് വായിച്ചാൽ. 12-ാം അധ്യായം 12:43. ജോൺ ചാപ്റ്റർ 12, യോഹന്നാൻ 12-ന്റെ 43-ാമത്തെ വാക്യം ദിവസം നമുക്കൊന്ന് വായിക്കാം. 43. For they love the glory that comes from man more than the glory that comes from God. ആമേൻ. അവർ ദൈവത്തിലുള്ള മാനത്തെക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. ഇത് അവിടുത്തെ തീർച്ചയായിട്ടും നമുക്കറിയാം യഹൂദന്മാരെ പരീശന്മാരെയൊക്കെ പറ്റി പറയുന്നതാ. പക്ഷെ ഇതിനൊരു പശ്ചാത്തലമുണ്ട്. പശ്ചാത്തലം കിടക്കുന്നത് 12-ാം അധ്യായത്തിൽ തുടക്കം മുതലേ ഞാൻ പറയുന്നില്ല, പെട്ടെന്നുള്ള ആ സാഹചര്യത്തെ മാത്രം പറയാം. ഇവിടെ സംഭവിച്ചത് തൊട്ടും മുകളിലേക്ക് പോയാൽ പെരുന്നാളിന് കുറെ യഹൂദന്മാരുടെ ഇടയിൽ നിന്നും യവനന്മാരായ ആളുകൾ യേശുവിനെ കാണാൻ വരുന്നു. അവർ ശിഷ്യന്മാരായ അന്ത്രയോസിനും ഫിലിപ്പോസും വഴിയൊക്കെ യേശുവിനെ കാണാൻ ശ്രമിച്ചപ്പോൾ യേശു പറയുകയാണ്, ഇപ്പോൾ കാണാൻ തനിക്ക് മനസ്സില്ല എന്ന രീതിയിൽ യേശു സംസാരിക്കുന്നത്. അല്ലെങ്കിൽ യേശു മറ്റൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ച് ചുരുക്കി ഒന്ന് പറഞ്ഞാൽ, 1-2 വാക്കിൽ പറഞ്ഞാൽ, ഇത് മറ്റൊരു രീതിയിലേക്ക് പ്രസംഗം പോകാതിരിക്കുന്നതുകൊണ്ട് ചുരുക്കി പറയാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം വരെ യേശു ശക്തമായ പരസ്യ ശുശ്രൂഷയിൽ വിളിച്ചു പറയുന്നു, ഞാനാണ് മശീഹ. എന്നാൽ 10-ാം അധ്യായം അവസാനിച്ചതിന് ശേഷം ഇവൻ 11-ാം അധ്യായത്തിലും പബ്ലിക്കിനോട് യേശു ശക്തമായി ഒരു വചനം പറയുന്നില്ല. പ്രാർത്ഥനയിൽ കൂടി അവരെ തിരിച്ചു കൊണ്ടുവരാനായി 11-ാം അധ്യായത്തിൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു പബ്ലിക് മിനിസ്ട്രി അവിടെ നമുക്ക് രോഗസൗഖ്യമാക്കുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ ഒരു പ്രസംഗത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു ജനത്തെ അവിശ്വാസിക്ക് വേണ്ടി ഒരു പ്രസംഗം പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ 10-ാം അധ്യായത്തിന് ശേഷം അല്ലെങ്കിൽ 11-ാം അധ്യായത്തിന് ശേഷം അല്ലെങ്കിൽ 12-ാം അധ്യായം മുതൽ കേവലം യേശു ശിഷ്യന്മാരിലേക്ക് അങ്ങ് പോവുകയാണ്. കാരണം എന്താണെന്ന് അറിയാമോ? അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും, ചത്തുവെങ്കിലോ. അതൊക്കെ നമുക്കറിയാം. എന്താ അവിടെ പറയുന്നത്? യേശു മരിക്കാൻ പോവാ. ഇനി ഞാൻ പറയുന്നത് നമ്മുടെ വചനവുമായിട്ട് ചേർത്ത് കണക്ട് ചെയ്യാം. യേശു അവരുടെ ശിഷ്യന്മാരോട് പറയുന്നത്, എന്റെ പബ്ലിക് മിനിസ്ട്രി അല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ മറ്റ് രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ, അതല്ല എന്നെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ പ്ലാൻ. ഞാനിപ്പോൾ മരിക്കാൻ പോവുകയാണ്. ഞാൻ ഫിലിപ്പിയ ലേഖനവുമായി ചേർത്ത് നിങ്ങളോട് പറയാം. അവിടെ എന്താ നമ്മൾ വായിച്ചത്? ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ഒരു അടിമയെ പോലെ പിതാവിന്റെ മുന്നിൽ തന്നെത്താൻ ശൂന്യനാക്കിയ ഒരു ക്രിസ്തു. അതിന്റെ ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ യേശു അടികൊള്ളാൻ പോവുകയാണ്. യേശു വേദനിക്കപ്പെടാൻ പോവുകയാണ്. യേശു തുപ്പലേൽപ്പിക്കപ്പെടാൻ പോവുകയാണ്. യേശു വലിയ കഠിനമായ സാഹചര്യങ്ങൾ കടന്നു പോകാൻ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പം എനിക്ക് അവരെ കാണുന്നതിനേക്കാൾ ഇപ്പോൾ പിതാവിന്റെ മഹത്വം, നമുക്ക് അതിന്റെ 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് 27-ാമത്തെ വാക്യം ഒക്കെ ഒന്ന് വായിച്ച് 28-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ചാട്ടെ. 28 and 29. Sorry, 28 മാത്രം. Father, glorify your name. അതാണ്. Yes. Then a voice came from heaven, I have glorified it and I will glorify it again.
ആമേൻ. യേശു കർത്താവ് അവിടെ പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടും, എൻ്റെ പിതാവേ നീ മഹത്വപ്പെടണമേ. ഉടനെ സ്വർഗത്തിൽ നിന്ന് വരുന്ന വാക്കെന്താണ്? ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്നൊരു ശബ്ദമുണ്ടായി. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വത്തിനായി യേശു ക്രൂശിൽ മരിക്കാൻ പോവുകയാണ്. ഞാൻ ഈ പറയുന്ന വാചകങ്ങൾ ചേർത്തോണേ. എന്റെയും നിങ്ങളുടെയും സാഹചര്യത്തിൽ മരണകരമായ അവസ്ഥയിൽ ഈ ലോകത്തിലേക്ക് നമ്മൾ കഠിനമേറി ലോകത്തിൽ ഒറ്റപ്പെട്ട സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴും ദൈവത്തിന് പ്രസാദകരമാണതെന്നാണ് പൗലോസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. നിങ്ങളൊരു സ്ലേവ് ആണെങ്കിൽ പോലും, ഒരു അടിമയാണെങ്കിൽ പോലും, ഒരു വിലയും കൽപ്പിക്കാത്തൊരു ബോസിന്റെ കീഴിൽ നിങ്ങൾ ജോലി ചെയ്തവരാണെങ്കിലും നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്താൻ കഴിയും. കാരണം ഇപ്പോൾ യേശു രോഗികളെ സൗഖ്യമാക്കാൻ പോവുകയല്ല, യവനന്മാരെ കാണാൻ പോവുകയല്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. 30 വർഷം യേശു മാതാവിന് കീഴടങ്ങിയിരുന്നിട്ട് വന്നിട്ടും പിതാവ് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് പ്രസാദപരമായി. 3.5 വർഷത്തിനോട് അടുപ്പിച്ചുള്ള തന്റെ ശുശ്രൂഷയിൽ കർത്താവ് മറുരൂപമലയിലേക്ക് ശിഷ്യന്മാരെ കൊണ്ടുപോയതിനു ശേഷം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്നാൽ യേശുവിന് ഇപ്പോൾ മനസ്സിലായി, ഞാൻ ശൂന്യനാക്കി, എനിക്ക് യവനന്മാരെ കാണാൻ കഴിയത്തില്ല. കാരണം എനിക്കിപ്പോൾ മറ്റൊരു രീതിയിലാണ് കർത്താവിനെ പ്രസാദിപ്പിക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞുകൊണ്ട് പോകുന്നതിലേക്ക് നിങ്ങൾ എൻ്റെ കൂടെ വരണമേ. നമ്മുടെ ലൈഫിൽ കർത്താവിങ്കിലേക്കുള്ള ആത്മീക വളർച്ചയുടെ മുന്നോട്ടുള്ള വഴിയിൽ വരുന്ന പ്രൊമോഷൻ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ആയിരങ്ങളുടെ നടുവിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് തന്റെ ശുശ്രൂഷയുടെ അവസാന കാലങ്ങൾ, ഞാൻ മുമ്പേ പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 2 വിഭാഗിച്ചാൽ 12 മുതൽ അല്ലെങ്കിൽ 11 മുതൽ അല്ലെങ്കിൽ 12 മുതൽ കേവലം 11 പേരിലേക്ക് ഒതുങ്ങുകയാണ്. ആയിരങ്ങളും 10,000ങ്ങളുടെ നടുവിൽ ശുശ്രൂഷിച്ച കർത്താവ് 11 പേരിലേക്ക് അല്ലെങ്കിൽ 12 പേരിലേക്ക്, അതിൽ ഒരാൾ തെറ്റായിരുന്നു, ഒതുങ്ങുന്നു. നിങ്ങൾ എൻ്റെ കൂടെ വരണേ. നമ്മളിന്ന് കാണുന്നത്, അവിടെ ആ മീറ്റിങ്ങിൽ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് തന്റെ ദൗത്യം പൂർത്തീകരിച്ച് അല്ലെങ്കിൽ അതിന്റെ ക്ലൈമാക്സിലേക്ക് മരണത്തോളം അനുസരണമുള്ളവനായി തീരുന്ന ഒരു ദാസനായി പൂർത്തീകരിക്കപ്പെടുമ്പോൾ തന്റെ ശുശ്രൂഷ മനുഷ്യന്റെ ജ്ഞാനത്തിന് എത്രയോ വെളിയിലായിരുന്നു യേശു സഞ്ചരിക്കുന്നത്. യേശു തെരഞ്ഞെടുത്ത ആ മനുഷ്യരിലേക്ക് യേശു ചുരുങ്ങി. മനുഷ്യ രീതി പറഞ്ഞാൽ യേശു ശുശ്രൂഷയിലൊക്കെ ഒരു ചെറിയ രീതിയിലേക്ക് ഒതുക്കപ്പെടുന്നു, കേവലം ഒരു ദാസനെ പോലെ. കാരണം എനിക്ക് എൻ്റെ അപ്പന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് ഇപ്പോൾ ഇതാണ്. സ്തോത്രം. ഞാൻ പറയുന്നത് നിങ്ങളോളം എത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആയിരങ്ങളിൽ നിന്നും യേശു കർത്താവ് എവിടേക്ക് പോവുകയാണ്? 11 പേരിലേക്ക് പോവുകയാണ്. സ്തോത്രം. ഇനി ഞാൻ നിങ്ങളോട് ആമേ സ്തോത്രം പറയട്ടെ ദൈവമക്കളെ. യേശു ഈ വാക്ക് പറഞ്ഞിട്ട് ക്രൂശിലേക്ക് യാഥാർത്ഥ്യമായി കടന്നു പോകുമ്പോൾ ഒറ്റയ്ക്കായിരുന്നു. യേശു ഒറ്റയ്ക്കായിരുന്നു. യേശു പൂർണ്ണ അനുസരണമുള്ളവനായി ഈ 11 ശിഷ്യന്മാരുടെ നടുവിൽ നിന്നും തന്നെ അവരെ പഠിപ്പിച്ച് യേശു മുന്നോട്ട് പോകുന്ന വഴിയിൽ ഒറ്റപ്പെടുകയായിരുന്നു യേശു കർത്താവ്. എന്തുകൊണ്ടാണ്? യേശു പൂർണ്ണ അനുസരണമുള്ളവനായ ദാസനായി തീരുകയായിരുന്നു. എന്നിട്ട് യേശു ക്രൂശിൽ കടന്നോട് പറയുക, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? മരണത്തോളം ദാസനായി തീർന്നു. പൗലോസിനെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പൗലോസിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ അവസാനം നോക്കേ, എഫെസോസ് സഭ തന്റെ കൂടെ ഉണ്ടായിരുന്നില്ല, ഗലാത്യ സഭ തന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. തന്റെ ലൈഫിലെ ശുശ്രൂഷയെ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, താനൊരു ഏകാന്തത, വേണമെങ്കിൽ ഏകാന്തത എന്ന് പറയാൻ മാനുഷികമായി കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒറ്റപ്പെട്ടു പോയി. ഞാൻ നിങ്ങളോട് പറയട്ടെ, ബൈബിൾ തിയോളജി എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ശൂന്യനാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ വളർത്തപ്പെടും. അതാണ് ആത്മീക വളർച്ച. അങ്ങനെ നിങ്ങൾ കാണുന്ന ഒരു ക്രിസ്തീയ മനോഭാവം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ, മനസ്സിലായിട്ടുണ്ടോ? ഇതാണ് ക്രിസ്തുവിന്റെ തലയോളം വളരുക എന്ന് പറഞ്ഞാൽ. നിങ്ങളെന്ന വ്യക്തി ശൂന്യനാക്കപ്പെടുന്നു, നിങ്ങളിൽ ക്രിസ്തു ഉരുവായി വരുന്നു, അത് വളരുന്നു. അവനോ വളരണം, ഞാനോ കുറയണം. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ ഒന്നുമില്ലാതാക്കപ്പെടുന്നെങ്കിൽ
നിങ്ങൾ തകർന്നു പോകുന്നെങ്കിൽ, നിങ്ങളെ ശൂന്യനാക്കപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളിൽ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലോ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യം കൂടി കടന്നു പോകുമ്പോഴും നിങ്ങൾ അങ്ങില്ലാതാകട്ടെ. കർത്താവ് പോന്ന പോക്ക് കണ്ടോ? 10,000 ശുശ്രൂഷയിൽ നിന്നും 11 പേരിലേക്ക്, 11 പേരിൽ നിന്നും ഒറ്റയ്ക്ക് ക്രൂശിൽ നഗ്നനായി. എന്തുകൊണ്ടാ? ദാസനായി യേശു പിതാവിന്റെ മുന്നിൽ അനുസരണമുള്ളവനായിത്തീരുന്നു. എന്താ? ഇതെന്റെ അപ്പച്ചന് പ്രസാദകരമാണ്. എന്താ കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്? ഇത് യേശു തന്റെ ഐഹിക കാലത്ത് പിതാവിന് പ്രസാദകരമായ ജീവിതം ജീവിച്ച് അവസാനിപ്പിച്ചു. ഇനി നമ്മൾ ഇല്ലാതെയായി. എങ്ങനെ ഇല്ലാതാവും? ഇങ്ങനെയുള്ള ജീവിത സാഹചര്യം കൂടെ അവർ നമ്മളോട് അങ്ങനെ ഇടപെടുമ്പോൾ നമ്മൾ പറയത്തില്ല, അയ്യോ ഞാനൊരു വ്യക്തിയല്ലേ പാസ്റ്റർ, അവരെന്നോട് അങ്ങനെ ഇടപെട്ടല്ലോ, അയൽക്കാരെന്നോട് അങ്ങനെ, ജോലിക്കാരനെ, എന്റെ ബോസ് അങ്ങനെ ഇടപെട്ടാൽ ഞാൻ അവരോട് ആത്മാർത്ഥമായിട്ടല്ലേ, കുഴപ്പമില്ല, ഇടപെട്ടു, അങ്ങനെ ഇടപെട്ടു. എന്തിനാ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടി കടത്തിവിട്ടത്? കർത്താവിനെ മനസ്സിലാക്കുമ്പോൾ കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്രിസ്തു ആരെന്ന് അറിയും. ക്രിസ്തു എത്രത്തോളം ഒഴിക്കപ്പെട്ടു, ശൂന്യനാക്കപ്പെട്ടു എന്ന് നമ്മൾ ആ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും, നമ്മൾ അറിയും. അപ്പൊ നമ്മൾ പറയും കുഴപ്പമില്ല. അത് നമ്മളാകുന്നതല്ല, അത് ക്രിസ്തുവിനെ അറിയുമ്പോൾ ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നതാണ്. പിന്നെ ആരോടൊരു കംപ്ലൈന്റ് ഇല്ല. ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്നില്ല, ഈ യൂത കാരണമാണ് ഞാൻ ഇവിടെ കിടക്കുന്നത്. യേശു പറയുന്നില്ല, ഈ മനുഷ്യൻ കാരണമാണ് ഞാൻ കിടക്കുന്നത് എന്ന് പറയുന്നില്ല. കാരണം അടിമയായി യേശു പിതാവിന്റെ മുന്നിൽ അനുസരണമുള്ളവനായി നിൽക്കുക. പിതാവ് ക്രൂശിൽ കൈവിട്ടിട്ട് പോലും, അങ്ങനെയുള്ള തോന്നുന്ന സാഹചര്യത്തിൽ കൂടി യേശു കടന്നുപോയിട്ട് പോലും മിണ്ടാതിരുന്ന യേശു കർത്താവ്. പിന്നീടുള്ള യേശു യഹൂദന്മാരോട് സംസാരിച്ച സമയത്ത് പലപ്പോഴും മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നീട് പോയപ്പോൾ യേശു വാ തുറക്കുന്നതേയില്ല. പറയുവാൻ ന്യായമായിട്ടുണ്ടായിട്ടും യേശു വാ തുറക്കുന്നില്ല. നിങ്ങൾക്ക് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചല്ലോ, നമുക്ക് പറയാൻ റൈറ്റ് ഉള്ളപ്പം മിണ്ടാതിരിക്കുന്നതാ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നത്. നമുക്ക് അടികൊള്ളാൻ വഴിയുണ്ടായിട്ട് അടികൊള്ളുന്നത് എന്ത് മഹത്വം! എന്നാൽ അടികൊള്ളാനോ ചീത്ത വിളി കേൾക്കാനോ വഴക്ക് കേൾക്കാനോ താഴ്മയുള്ളവനോ നമുക്ക് ഒരു ആവശ്യമില്ല. പിന്നെയും നാണം കെടുകയാ. ക്രിസ്തുവിനെ ഫോളോ ചെയ്യാം, ക്രിസ്തുവിനെ അറിയാം. സ്തോത്രം. കർത്താവിനെ നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം കൂടെ വേഗത്തിൽ പറഞ്ഞ് ദൈവസന്നിധിയിൽ നിർത്തുവാനായി ഞാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക്, കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധി നമുക്ക് ഒരു ഭാഗം കൂടെ ആ ഭാഗത്തിന് ഒരു ഭാഗം കൂടെ നമുക്ക് ചിന്തിച്ച് അവസാനിപ്പിച്ചില്ലേ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അവിടെ എന്താണ് പറയുന്നത്? ഇത് കർത്താവിന് അവിടെ 2 വാക്കുകളുണ്ട്. ഹൃദയത്തിന്റെ, കൊലോസ്യ ലേഖനം 3:22 അവസാനം പറയുന്നു, ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്ര അനുസരിക്കേണ്ടത്. എന്നിട്ട് പറയാണ്, നിങ്ങൾ മനുഷ്യർക്കെന്നല്ല കർത്താവിനെ എന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. ഈ 2 വാക്കിന് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ, മനസ്സോടെ. ഈ 2 വാക്കുകളുടെ ചേർത്ത് ഞാനൊരു ആശയം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ് ഇവിടെ പറയുന്നത് അറിയാമോ? സിൻസിയർ ഹാർട്ടോടെ, ഒരു നിഷ്കളങ്കമായ ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ നമ്മളൊരു വ്യക്തിയെ ജോലി ചെയ്യുകയാണ്. ഇതെന്താ കർത്താവ് ഇവിടെ പറയുന്നതെന്നറിയോ? മനസ്സോടെ. വെറും കൈ കൊണ്ടോ മനുഷ്യർ കാണുന്നത് കൊണ്ടോ ഒന്നുമല്ല. അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. എന്താ പൗലോസ് പറയുന്നത് അറിയാവോ? എന്താ പറയുന്നത്? ഇത് കർത്താവിന് പ്രസാദകരമാണ്. ഇനി ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ മനസ്സോടെ നിങ്ങളൊരു ജോലി സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അത് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതിന് തുല്യമാണെങ്കിൽ അതൊരു ആരാധനയുടെ ഭാഗമാണ്. ഞാൻ നിങ്ങളോട് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമ്മൾ സഭാരാധനയിൽ 3 മണിക്കൂറുള്ളതിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ നമ്മൾ കൈയടിക്കുന്നില്ലേ? നമ്മുടെ കൈ അനങ്ങുന്നുണ്ട്, നമ്മുടെ വായനങ്ങുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ നൃത്തം വെക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു ദൈവം അങ്ങനെ ഒരു മനസ്സൊക്കെ ചിലപ്പോൾ നൃത്തം വെക്കും. ചിലപ്പം കണ്ണുനീര് ഒഴുക്കുന്നുണ്ടായിരിക്കാം. ചില സ്ട്രക്ചർ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കൂടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. അല്ലെങ്കിൽ അത് പൂർണ്ണമായി ദൈവത്തെ ആരാധിക്കുന്നു നമുക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷെ വേണമെങ്കിൽ ആരാധനയുടെ ഭാഗമായി ഇത് എടുത്താൽ അതല്ല ആരാധന. അതിലേക്കാണ് ഞാൻ വരുന്നത്. എന്നാൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ 24 മണിക്കൂർ നമ്മൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ എൻ്റെ അപ്പച്ചനെ നമ്മൾ പ്രസാദിപ്പിക്കുക? എങ്ങനെ നമ്മൾ ആ മനുഷ്യന്റെ വേല ചെയ്യുന്നു? ആ ബോസിന്റെ, ഒരു ടീച്ചറാണെങ്കിൽ, ഒരു നേഴ്സാണെങ്കിൽ,
നമുക്ക് ഏറ്റവും വേദനപ്പെടുത്തുന്ന ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമ്മൾ മനസ്സോടെ വേല ചെയ്യുന്നത് ആ ബോസിനല്ല. അവിടെ എൻ്റെ യേശു ആയിരുന്നെങ്കിൽ എൻ്റെ യേശുവിനെ വെളിപ്പെടുത്തുന്ന ഒരാളെ വേണം. ദൈവനെ നിങ്ങളെ അവിടെ ആക്കി വെച്ചു, ഒരടിമയെ പോലെ യജമാനനെ സേവിക്കാൻ. അതിൽ കൂടി എൻ്റെ കർത്താവിന് മഹത്വം വരുന്നുണ്ട്. അതാണ് യഥാർത്ഥ ആരാധന. അല്ലാതെ നമ്മൾ ഞായറാഴ്ച അറിയാത്ത പാട്ടിനോ ഇടയ്ക്ക് വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്തിട്ടോ കൈയടിച്ചിട്ട് അവസാനം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നതല്ല. ലൈഫ് ഒട്ടും ഉദ്ദേശിക്കാൻ കഴിയാത്ത, ഒട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയുടെ അണ്ടറിൽ നമ്മൾ ആയിരുന്നാലും, അതൊരു ഭാര്യയായാലും ഭർത്താവായാലും ജോലി സ്ഥലത്തായിരുന്നു, ഇങ്ങനെ തന്നെ ആയിരുന്നാലും നമ്മുടെ ലൈഫ് അവിടെ നമ്മൾ പോകുമ്പോൾ എന്താണ്, ഇതൊരു ഒരു റിലീജിയസ് ആക്ട് പോലെയാണ് പൗലോസോടെ പറയുന്നത്. നമ്മൾ കർത്താവിനെ പ്രസാദിപ്പിക്കുക. നിങ്ങളുടെ ജോലി സ്ഥലം ഉണ്ടല്ലോ, അത് ആരാധനയുള്ള സ്ഥലമാണ്. നിങ്ങൾ എന്നും പോകുന്ന ഒരു കുരിശു വെച്ച, അല്ലെങ്കിൽ പെന്തിക്കോസ് ഒരു സഭകളെ പറ്റി നോക്കുമ്പോൾ ഒരു ഹോളുള്ള, ഒരു പുൽപ്പിറ്റുള്ള, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന വീട്ടിലാണെങ്കിൽ ആ വീട്, അതല്ല ആരാധനാലയം, അതല്ല ആരാധന സ്ഥലം. നിങ്ങളുടെ ജോലി സ്ഥലം ആരാധനയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഭാര്യയുമായിട്ട് ഇടപെടുന്നത് ആരാധന സ്ഥലമാണ്. ഇവിടെ നിങ്ങൾ ഈ കടമകൾ ചെയ്യുമ്പോൾ എൻ്റെ അപ്പച്ചനത് പ്രസാദകരമാണ്. സ്തോത്രം. കർത്താവിന് നമ്മളിൽ കൂടി മഹത്വപ്പെടാൻ ദൈവമെടുക്കുന്ന ഓരോ അവസരങ്ങളെയും മനോഹരമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാനിത് കൺക്ലൂഡ് ചെയ്ത് അവസാനിപ്പിക്കാം. നമ്മുടെ ലൈഫിൽ ദൈവം നമ്മളെ ഏത് സാഹചര്യത്തിലാക്കി വെച്ചാലും, ഇതിലുള്ള ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ഒരു ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ചിന്തിക്കാം. നമ്മൾ ലൈഫിൽ ഏത് സാഹചര്യത്തിലാണ്, നിങ്ങൾ ഏറ്റവും കഠിനമായി നിങ്ങൾ ദ്രോഹിക്കുന്ന ഒരു ബോസിന്റെ മുന്നിലായിരുന്നാലും നിങ്ങൾ വിശ്വസ്തയോടെ ജോലി ചെയ്താട്ടെ. നിങ്ങൾ ഒരുപക്ഷെ അവിടെ തളർന്നു വീഴുമായിരിക്കും. ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചു കേട്ടോണേ. നിങ്ങളൊരു പക്ഷേ ആ മനുഷ്യൻ നിങ്ങളെ കൊണ്ട് കഠിനമായ ജോലി 8 മണിക്കൂറത്തെ ജോലി 9 മണിക്കൂർ ചെയ്യിച്ചു, ഒരുപക്ഷെ നിങ്ങൾ അവിടെ തലകറങ്ങി വീഴും. കുഴപ്പമില്ല, വീണു എഴുന്നേറ്റും നിങ്ങൾക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ മനസ്സിലാക്കാനും ആ കർത്താവിനെ പ്രസാദിപ്പിക്കാനുള്ള നല്ലൊരവസരമാണ്. ഒരുപക്ഷെ ഒരു ദിവസം ആ ബോസ് വന്ന് നിങ്ങളോട് ചോദിക്കും, ഞാൻ ഇത്രയും നിങ്ങളെ ചൂഷണം ചെയ്തിട്ടും, ആദ്യം ഒരു ചിന്തിക്കും ഇവൻ പൊട്ടനാണെന്ന് ചിന്തിക്കും. ഞാൻ 15,000 രൂപ കൊടുത്തിട്ട്, അല്ലെങ്കിൽ 25,000 രൂപ കൊടുത്തിട്ട്, അല്ലെ ഞാൻ 50,000 രൂപ കൊടുത്തിട്ട് ഇവർ 1,00,000 ജോലി ചെയ്യുമല്ലേ. നിങ്ങൾ കഠിനമായ ജോലിയിൽ കൂടി കടന്നു പോകുമ്പോഴുണ്ടല്ലോ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എത്ര നമ്മൾ അത്രയൊന്നും കഠിനമായിട്ടില്ല, പക്ഷെ അതിൻ്റെ ഒരു ചെറിയ അംശം മനസ്സിലാക്കാൻ ദൈവം തരുന്ന അവസരമാണ്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ചില ആളുകൾ ജോലി സ്ഥലത്ത് 18-ാമത്തെ വയസ്സിൽ 20-ാമത്തെ വയസ്സിലൊക്കെ പോയിട്ട് സിമന്റ് ചുമന്നു കൊണ്ടുപോകുന്ന വഴിയിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെല്ലുന്ന സമയത്ത് അമിതമായ ജോലിയെല്ലാം ആ വ്യക്തി കൊണ്ടങ്ങ് ചെയ്യിക്കും, അങ്ങനെ അങ്ങ് ക്ഷീണിച്ചു പോകും. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ജോലി ചെയ്ത് വെയിറ്റ് എടുത്ത് ബാത്റൂമിൽ, ടോയ്ലറ്റിൽ തന്നെ അറിയാതെ ബാത്റൂമിൽ പോയതായിട്ടുള്ളവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരിൽ നിന്ന്. അവിടെയും വിശ്വസ്തയോടെ ജോലി ചെയ്യുമ്പോൾ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ വെള്ളം തരാതെയും ദാഹിച്ചിട്ടും വിശന്നിട്ടും കുടിക്കാത്തൊരു സാഹചര്യത്തിലും ജോലി ചെയ്യേണ്ട ഒരു മനുഷ്യന്റെ കീഴിൽ ജോലി ചെയ്യേണ്ടി വന്നാൽ പോലും കർത്താവിനെ അനുഭവിക്കാൻ കഴിയും. അവിടെയും നിങ്ങൾ വിശ്വസ്തയോടെ കർത്താവിനെ, ആ വേദനയോടെ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ക്രിസ്തുവിനെ പ്രസാദിക്കുകയാണ്. എന്തുകൊണ്ട്? കർത്താവ് പറയുകയാണ്, ഇവിടെ ഞാൻ മരിക്കുന്നതാണ് എൻ്റെ പിതാവിന് മഹത്വം. ഇവിടെ ഞാൻ എന്ന വ്യക്തി ഇല്ലാതാകുന്നതാണ് എൻ്റെ അപ്പച്ചന് മഹത്വം. നിങ്ങളെന്ന വ്യക്തി ഇല്ലാതാകാൻ ഇങ്ങനത്തെ സാഹചര്യം കടത്തി വിട്ടേ പറ്റൂ, അല്ലാതെ വഴിയില്ല കർത്താവിന്, അല്ലാതെ വഴിയില്ല. അതിനായിട്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ദൈവം നമ്മളെ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.